ഇത് നമ്മൾ ചെയ്യുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റൻ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഇന്റേണൽ റെസിസ്റ്റൻസ് ക്വസ്റ്റൻ ക്ലിയർ ആയിട്ട് വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെല്ലാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ, അതായത് ഇ എം എഫും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ഇക്വേഷൻ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്: വി ഈസ് ഈക്വൽ ടു ഇ മൈനസ് ഐ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എഴുതാൻ പറ്റും ഐ ആർ ഈസ് ഈക്വൽ ടു ഇ മൈനസ് വി എന്ന് എഴുതാൻ പറ്റും. നമുക്ക് ആർ ആണ് വേണ്ടത്. സോ ആർ ഈസ് ഈക്വൽ ടു ഇ മൈനസ് വി ഡിവൈഡ് ബൈ ഐ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് പക്ഷേ സി ബി എസ് എന്ന ഓപ്ഷൻ്റെ അകത്ത് ഈ ഒരു ഓപ്ഷൻ തന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനെ വീണ്ടും എന്ത് ചെയ്യണം, ഒന്നുകൂടി മോഡിഫൈ ചെയ്യണം. നമുക്കറിയാം ഓംസ് ലോയുടെ ഇക്വേഷൻ അനുസരിച്ച് വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്കറിയാം. അതിൽ നിന്ന് ഐ ഈസ് ഈക്വൽ ടു നമുക്ക് വി ബൈ ആർ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാം. ആർ ഈസ് ഈക്വൽ ടു ഇ മൈനസ് വി ഡിവൈഡഡ് ബൈ വി ബൈ ആർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് സി ബി എസ് എന്ന ഓപ്ഷനിലുള്ളതാണ്. അപ്പോൾ ഇതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഇക്വേഷൻ ഇതാണ്. അപ്പോൾ നമ്മൾ ഇത് വെച്ച് നോക്കുമ്പോൾ തെറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഓപ്ഷൻ ചിലപ്പോൾ തെറ്റായിട്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കൃത്യമായി സി ബി എസ് ഈ ഓപ്ഷൻ ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം ഇതാണ്: ഇ മൈനസ് വി ബൈ വി ഇൻറ്റു ആർ എന്നാണ് എക്സാക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 2025 നീറ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യുന്നത്. 2025 ചോദിച്ചാൽ നീറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് 2025 നീറ്റ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു വയറുണ്ട്. ഇപ്പോൾ ഇതൊരു അസ്യൂം ചെയ്യുക, ഇതൊരു വയറാണെന്ന് അസ്യൂം ചെയ്യുക. ഇതിൻ്റെ റെസിസ്റ്റൻസ് R ആണ് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് 8 ഈക്വൽ പാർട്സുകളാക്കി മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇത് 1 2 3 4 5 6 7 8 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നു. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ റെസിസ്റ്റൻസ് 8 ഈക്വൽ പാർട്സ് ആക്കി കഴിഞ്ഞാൽ, ഈ റെസിസ്റ്റൻസിനെ 8 ഈക്വൽ പാർട്സുകളാക്കി കഴിഞ്ഞാൽ ഓരോ റെസിസ്റ്റൻസിൻ്റെയും ഓരോ പാർട്സിൻ്റെയും റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് പറയാം. അത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് R/8 ആയിരിക്കും. അത് ഓരോന്നിൻ്റെയും, അതായത് ഓരോ റെസിസ്റ്റൻസിൻ്റെയും ഓരോ പാർട്സിൻ്റെ ഈച്ച് പാർട്സിൻ്റെ അതിൽ ഓരോ പാർട്സിൻ്റെയും റെസിസ്റ്റൻസ് എത്രയായിരിക്കും? R/8 ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ സെക്ഷനിലോട്ട് പോകണം. ഇവയെല്ലാം എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. എങ്ങനെയാണ്? ഇൻ പാരലൽ കോമ്പിനേഷനിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. അപ്പം 1/R എന്ന് പറയുന്നത് R, 1/R ഈസ് ഈക്വൽ ടു 1/R/8 പ്ലസ് 1/R/8 പ്ലസ് 1/R/8 പ്ലസ് 1/R/8. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം: 4 × 8/R എന്ന് എഴുതി കൂടെ നമുക്ക്. അപ്പോൾ 8 × 4 എന്ന് പറയുന്നത് 32 ആണ്. 32/R. ഇത് 1/R ആണ് അല്ലേ. അപ്പോൾ 1/R ഈസ് ഈക്വൽ ടു ആണ് 32/R കിട്ടിയതെങ്കിൽ R ഈസ് ഈക്വൽ ടു എത്ര എഴുതാം? നമുക്ക് സിമ്പിളായിട്ട് എഴുതാം R/32 എന്ന് എഴുതാം. തീർന്നില്ല, ക്വസ്റ്റ്യൻ ഇനിയുണ്ട്. ഇവ എന്ത് ചെയ്യണം? വീണ്ടും ആഡ് ചെയ്യണം. എങ്ങനെ? സീരിയസ് ആയിട്ട് ചെയ്യണം അല്ലേ. സീരിയസ് ആയിട്ട് ആഡ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് സീരിയസ് ആയിട്ട് എന്ത് ചെയ്ത് എന്നോട് കൂട്ടിയാൽ മതി അല്ലേ. R എഫക്റ്റീവ് കാണാനായിട്ട് എന്ത് ചെയ്ത് ഇതെല്ലാം കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ R/32 പ്ലസ് R/32. അപ്പോൾ എൽസിയം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 2R/32 എന്ന് കിട്ടും. അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ R/16 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ പറയുന്നത് R/16 ആണ്. ഇതാണ് ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. എത്രയാണ്? R/16 ആണ് ഇവിടുത്തെ എഫക്റ്റീവ് നെറ്റ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദിസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. R ഈസ് ഈക്വൽ ടു R/16 ആണ്. ഓക്കെ അല്ലേ. അടുത്തതും 2025 നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതും 2025 നീറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ തന്നേക്കുന്നത് കൃത്യമായി തന്നിട്ടുണ്ട്. I1 എന്ന് പറഞ്ഞാൽ I1 ആയിട്ട് വിളിക്കാം നമുക്ക്. അത് I1 ഈക്വൽ ടു 100 മില്ലി ആംപിയർ തന്നിട്ടുണ്ട്. അത് നമുക്ക് ആംപിയർ ആക്കി മാറ്റുമ്പോൾ നമുക്ക് 0.1 ആംപിയർ എന്ന് കിട്ടും. അടുത്ത I2 തന്നിട്ടുണ്ട്. I2 ഈസ് ഈക്വൽ ടു 200 മില്ലി ആംപിയർ എന്ന് തന്നിട്ടുണ്ട്. അത് നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.2 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കറണ്ട് ഉണ്ട്, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ട് അല്ലേ. അപ്പോൾ അത് തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. I ഈസ് ഈക്വൽ ടു NEAVD ആണ് ഇക്വേഷൻ. ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണല്ലോ ഇക്വേഷൻ. അതിൽ VD ഈസ് ഈക്വൽ ടു I/NEA നമുക്കറിയാവുന്ന ഇക്വേഷനാണ് അല്ലേ. ഇവിടെ നമുക്ക് ഫസ്റ്റ് വയറിൻ്റെ കൊടുക്കാം. അതായത് ഇവിടെ 2 വയറുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്
ഡയമീറ്റർ ഡി ഉള്ള വയറും മറ്റൊന്ന് d/2 ഉള്ള വയറും ഉണ്ടെന്ന് പറയാം. തിക്നെസ് ഡിഫറൻസ് ഉണ്ട്, തിക്കറും തിന്നും ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ A1 എന്ന് വിളിക്കാം. അതിന് നമുക്ക് πr², റേഡിയസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഡയമീറ്റർ ടേബിളിലോട്ട് മാറ്റാം. ദറ്റ് ഈസ് d/2 ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്ക് എഴുതാം πd²/4 എന്ന് കിട്ടി അല്ലേ. അതെടുത്ത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പോൾ എന്ത് കിട്ടും? ദറ്റ് ഈസ് A1 എന്ന് കൊടുക്കാം, I/NE πd²/4 എന്ന് കിട്ടി. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ. ഓക്കെ, ഇനി രണ്ടാമത് വീണ്ടും വയറ് മാറുന്നുണ്ടല്ലേ. അപ്പോൾ അത് നമുക്ക് VD അതിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എടുക്കാം. ദിസ് I/NE A തന്നെയാണ്. ഇവിടെയും ഏരിയയ്ക്ക് മാറ്റമുണ്ട്, അത് നമുക്ക് A2 എന്ന് വിളിക്കാം. ദറ്റ് ഈസ് π ഇൻറ്റു ഇവിടെ തിക്നെസ് d/2 ആയിട്ടുണ്ട് എന്ന്, ഡയമീറ്റർ d/2 ആയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എഴുതാം നമുക്ക് d/4 അതിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി πd²/16 എന്ന് കിട്ടി. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. VD is equal to I/NE πd²/16. അപ്പോൾ നമുക്ക് രണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി കിട്ടി അല്ലേ. രണ്ട് വയറിൻ്റെയും ഡ്രിഫ്റ്റ് വെലോസിറ്റി നമുക്ക് ഇവിടെ കിട്ടി അല്ലേ. ഇവിടെ നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇത് 2 എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ 2/1 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിന് നമുക്ക് വേണമെങ്കിൽ V' എന്നും പിന്നെ V എന്നും കൊടുക്കാം അല്ലേ. അപ്പോൾ V'/V is equal to നമുക്ക് കറണ്ട് വാല്യൂ അറിയാം, എത്രയാണ്? 0.2 ആംപിയർ ആണ്. ഡിവൈഡ് ബൈ N അറിയാം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ. നമ്പർ ഓഫ് ഇലക്ട്രോൺസിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതവിടെ അതുപോലെ ഇട്ടേക്കാം, കാരണം വാല്യൂ നമുക്ക് തന്നിട്ടില്ലല്ലോ. അപ്പോൾ NE നമുക്ക് അതുപോലെ അവിടെ ഇടാം. ബാക്കി ഇക്വേഷൻ πd²/16 ഇൻറ്റു നമുക്ക് ഇവിടെ ഒന്നാമത്തെ ഇക്വേഷൻ അല്ലേ വേണ്ടത്, അത് നമുക്ക് കൊടുക്കാം. എന്താണ്? NE πd²/4 ഡിവൈഡഡ് ബൈ ഇവിടെ കറണ്ട് എത്രയാണ്? 0.1 ആംപിയർ ആണ്. അപ്പോൾ ഇവിടെ NE ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എഴുതാം 0.2 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 16 ഇൻറ്റു 0.1 എന്ന് എടുക്കാം. ഓക്കെ അല്ലേ. ഓക്കെ, ഇവിടെ ഒരു ചെറിയ മാറ്റം വരും, വേറൊന്നുമല്ല. ഇവിടെ 16ഉം താഴെ 4ഉം വരും അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതങ്ങ് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ആകുമ്പോൾ അതിൻ്റെ വ്യത്യാസം വരും. ദാറ്റ് ഈസ് ഇവിടെ 16 ആവും, ഇവിടെ എന്ത് വരും? 4ഉം വരും അല്ലേ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 8 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് V'/V is equal to 8 ആണെങ്കിൽ V' is equal to എന്ത് എഴുതാം? ദാറ്റ് ഈസ് 8V എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ കിടക്കുന്നത് 8V ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ കിട്ടി, അത് 8V ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസുകളെല്ലാം ചെയ്ത് പഠിക്കണം. ഇത് 2 ക്വസ്റ്റ്യൻ നീറ്റ് 2025ലെയും 1 ബോർഡ് പ്രീവിയസ് ഇയറുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യനും കൃത്യമായിട്ട് ചെയ്ത് പഠിക്കണം, എന്നോട് എഴുതി സൂക്ഷിക്കുകയും വേണം. ഓക്കെ അല്ലേ.